എല്ലാവർക്കും നമസ്കാരം. മൂകാംബിക യാത്രയിലായിരുന്നു കേട്ടോ. 31 1 മൂകാംബിക ദേവിയുടെ അടുത്തായിരുന്നു. 2025 അവസാനവും 2026 തുടക്കവും അമ്മയുടെ അടുത്ത് തന്നെ നിന്ന് വേണമെന്നുള്ള ആഗ്രഹത്തോടെ പോയതാണ്. അങ്ങനെ നല്ല ദർശനം ലഭിച്ചു. വളരെ സന്തോഷം. ഈ വീഡിയോയിൽ എനിക്കുണ്ടായ ഒരു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ അനുഭവമൊന്നും അല്ല, എന്നാലും എനിക്കത് വലിയൊരു അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയും കൂടിയാണ്. കാരണം എന്ന് വെച്ചാൽ പോകാത്തവർക്കും പോയവർക്കും എല്ലാം അമ്മയുടെ ഓർമ്മ പുതുക്കുന്ന ഒരു വീഡിയോ. കാരണം പോകാത്തവർക്ക് ഒരുപാട് കാഴ്ചകൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വളരെ തിരക്കായിരുന്നു. 31 1 നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അധികം ഫോട്ടോ എടുക്കുന്നതോ സെൽഫി എടുക്കുന്നതോ ഒന്നും അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പൊതുവേ ഞാൻ ഫോണിൽ അങ്ങനെ സെൽഫിയും ഫോട്ടോ ഒന്നും എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നാലും ഇപ്പോൾ എടുക്കണം എന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെപ്പോലുള്ള കുറച്ച് പേർക്ക് ഇത് കാണിച്ചു തരാമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കൂടിയാണ് ഇന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇത്രയും കൂടുതൽ സമയം ഞാൻ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നതല്ല അങ്ങനെ പൊതുവെ. കാരണം വേറെ ഒന്നുമല്ല, ആ സമയത്ത് ഇത്രയും നേരം ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ വിചാരിക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ അമ്മയുടെ മൂകാംബിക ദേവിയുടെ കാവലാളായിട്ടുള്ള ദേവത. അത് ഇവിടെയാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞൊരു വീഡിയോയിൽ ഇവിടെ തൊഴുതിട്ട് വേണം മൂകാംബിക ക്ഷേത്രത്തിൽ പോകാനെന്ന്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാവാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തോട്ടുള്ള യാത്രയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഇങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പോകുന്ന വഴികളെല്ലാം. ഇതാണ് അമ്മയുടെ അടുത്തെത്താറായി കേട്ടോ. ഈ നിങ്ങൾ മുന്നിൽ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം. ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല തിരക്കായിരുന്നു. 1-ാം തീയതി ആയതുകൊണ്ട്, പിറ്റേ ദിവസം 1-ാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. 31-ാം തീയതി തിരക്കിന് ഒരു കുറവും ഇല്ലായിരുന്നു. നല്ല തിരക്ക് തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി തിരക്ക് കൂടിയപ്പോൾ. കാരണം അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് ഭക്തരുണ്ടല്ലോ എന്നോർത്ത് ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂമെല്ലാം എടുത്തിട്ട് അമ്മയെ തൊഴാനുള്ള യാത്ര. അമ്മയെ തൊഴുതിട്ട് ഇത് അവിടുത്തെ വിളക്ക് കത്തിക്കുന്ന ഒരു ചിത്രമാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് വിളക്ക് കത്തിക്കുന്ന. ഇന്ന് വരയ്ക്കും ഞാൻ കണ്ടിട്ടില്ല അവിടെ. അതുകൊണ്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് തോന്നി. കണ്ടോ തിരക്ക് കണ്ടോ? നല്ല തിരക്കായിരുന്നു. ഇത് ചണ്ഡികാ ഹോമം നടത്തിയ അഗ്നിയാണ് കേട്ടോ. ഇതാണ് അമ്മയുടെ സ്വർണ്ണ തേരെന്ന് പറയുന്നത്. ഈ തേരിൽ അമ്മയെ കൊണ്ടുവരുന്ന കാഴ്ച കുറച്ച് കഴിഞ്ഞുള്ള വീഡിയോയിലുണ്ട് കേട്ടോ. അങ്ങനെ എല്ലായിടവും തൊഴുതു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്കവരും ചിന്തിക്കുന്ന കാര്യമാണ് ഒരു വർഷത്തിൻ്റെ തുടക്കം അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ ആയിക്കോട്ടെ എന്നുള്ളത്. അതുപോലൊരു ചെറിയ ചിന്ത നമുക്കും തോന്നി. പോകാൻ സാധിച്ചത് അമ്മയുടെ മഹാഭാഗ്യ അനുഗ്രഹം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അമ്മയുടെ കാര്യങ്ങൾ പറയുന്നതിന് ശേഷമാണ് എനിക്ക് അമ്മയുടെ ദർശനം കൂടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് എനിക്ക് വീണ്ടും വീണ്ടും അമ്മയുടെ അടുത്ത് പോകാൻ കഴിയണത്. ഏതോ ഒരു ഭക്തനോ ഭക്തയ്ക്കോ അമ്മയ്ക്ക് കാണണം. അതുകൊണ്ടാണ് ഈ വീഡിയോസ് എല്ലാം എന്നെക്കൊണ്ട് എടുപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇതാണ് സ്വർണ്ണരഥം എന്ന് പറയുന്നത്. ഇതിലാണ് അമ്മയെ ഇരുത്തി പ്രദക്ഷിണം വയ്ക്കുന്നത്. നോക്കൂ എന്ത് മനോഹരമാണെന്ന് നോക്കൂ. എല്ലാവരും പോകാൻ കഴിയട്ടെ എല്ലാവർക്കും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും അമ്മയുടെ ദർശന പുണ്യം ലഭിക്കട്ടെ. ഇനി എന്നും എപ്പോഴും പറ്റുമ്പോഴെല്ലാം തോന്നുമ്പോഴെല്ലാം പോകാനായിട്ട് അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ. അമ്മയ്ക്ക് വിഗ്രഹത്തിൽ ഇടുന്ന സാരിയാണ്. ഇടുന്നതെന്ന് വെച്ചാൽ എല്ലാ സാരിയും ഇട്ട് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മയുടെ വിഗ്രഹത്തിൻ്റെ പുറത്ത് ഇട്ടിട്ട് അത് വിൽക്കാനായിട്ട് വച്ചേക്കുന്നതാണ് കേട്ടോ. കുട്ടികളുടെ കല്യാണത്തിനൊക്കെ ഇവിടുന്ന് സാരി മേടിച്ച് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്, അമ്മയുടെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാനായിട്ട്. ഇത് ഇന്ന് രാവിലെ 1-ാം തീയതിയുള്ള കാഴ്ചയാണ് കണ്ടോ. എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ അലങ്കരിച്ചിരിക്കുന്നത്. നല്ല തിരക്കായിരുന്നു. നമ്മൾ സ്പെഷ്യൽ ദർശനമാണ് എടുത്തത്. 100 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. 500 രൂപയ്ക്കുണ്ട് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ 100 രൂപയുടെ ടിക്കറ്റിന് നല്ല തിരക്കായിരുന്നു. നോർമൽ ദർശനത്തിനും നല്ല തിരക്കായിരുന്നു. 100 രൂപയുടെ ദർശനം ടിക്കറ്റ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. കാരണം വെച്ചാൽ ഇന്ന് കുട്ടികളും മക്കളെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് ഒരുപാട് സമയം നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരിത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്ത് ദർശനം നടത്തിയത്. അല്ലെങ്കിൽ നോർമൽ ക്യൂവിലേ നിൽക്കുകയുള്ളായിരുന്നു.
അങ്ങനെ തൊഴുതു. ഇത് അമ്മയെ അന്ന് രാവിലെ 2026 അമ്മയെ പുറത്ത് എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങളാണ്. ഇന്ന് ദിവസം ഇത് കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഇത് കുട്ടികളുടെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ അവിടെ കണ്ടത്. പാട്ടുണ്ടായിരുന്നു, പക്ഷേ യൂട്യൂബിൽ നമുക്ക് പാട്ട് അങ്ങനെ ഇടാൻ കഴിയില്ല, അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തത്. കണ്ടോ, വളരെ മനോഹരമായിട്ട് ആ കുട്ടികൾ നൃത്തം ചവിട്ടണത് കണ്ടോ അമ്മയുടെ നടയിൽ. ഈ കുട്ടികൾക്കെല്ലാം ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. ഇതാണ് സങ്കല്പ മണ്ഡപം. ഇവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സങ്കല്പ മണ്ഡപം പൂജ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതാണ് മൂകാംബികാ ദേവിയുടെ തിരുസന്നിധിയുടെ പുറത്തുള്ള കാഴ്ചകൾ. പോകാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അമ്മയുടെ അനുഗ്രഹത്തോടെ പോകാത്തവർക്കെല്ലാം വേണ്ടി സമർപ്പിക്കുന്നു. എല്ലാവർക്കും പോകാൻ കഴിയും കേട്ടോ, ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അവിടെ വിളക്കാണ്. വിളക്കെടുത്ത് അമ്മയുടെ അമ്പലത്തിൻ്റെ നേർക്ക് കാണിച്ചുള്ള ഒരു പൂജ, ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ഞാൻ വീഡിയോ എടുക്കുകയാണ്, എല്ലാവർക്കും എല്ലാ ഭക്തർക്കും അമ്മയെ കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി കേട്ടോ. അമ്മ എൻ്റെ മുന്നിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. മോളെ നീ എടുത്തോളൂ, എല്ലാവർക്കും കാണിച്ചു കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. പാവമല്ലേ അമ്മ, ഇതൊക്കെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മ ഇരിക്കുന്നത്, എല്ലാവരും കാണിച്ചു കൊടുത്തോളൂ. പിന്നെ ഞാൻ അനുഭവം ഉണ്ടായത് പറയട്ടെ. അനുഭവം ഉണ്ടായത് വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അമ്മയെ മഞ്ഞ നിറത്തിൽ കാണുന്നു, മഞ്ഞ പട്ടുടുത്ത് കാണുമെന്ന്. എന്നാൽ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നൊക്കെ ഞാൻ ചുമ്മാതെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ഇന്ന് ചെന്നപ്പോൾ പച്ചപ്പട്ട് മുകളിലിട്ടൊക്കെ ആയിരുന്നു. എനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ നേരെ അമ്മയുടെ നേർക്ക് വന്നപ്പോൾ ആ പച്ചപ്പട്ട് പോറ്റി, അതായത് ഇവിടുത്തെ അടിക എടുത്ത് മാറ്റി കേട്ടോ. നോക്കിയപ്പോൾ മഞ്ഞ പട്ട് അമ്മ കൊടുത്തേക്കുന്നത്. എനിക്ക് എന്തെന്ന് അറിയില്ല, എന്ത് സന്തോഷം തോന്നിയെന്ന്. ആ സമയത്ത് 2-3 മണി ആരോ പുറകിൽ നിന്ന് അടിച്ചു. അതേ സമയം, അതായത് എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തോന്നി. ഒരുപാട് സന്തോഷമായി, കണ്ണുകൾ നിറഞ്ഞു. ഇതിലപ്പുറം എന്താണ് സന്തോഷിക്കാൻ, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സിട്ട് പോലും അമ്മ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്? ഇതെനിക്ക് കിട്ടിയ ഈ വർഷം, ഈ 2026 എനിക്ക് കിട്ടിയ ഒരു അത്ഭുതമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. വളരെ സന്തോഷം തോന്നി. ആ മഞ്ഞ പട്ടുടുത്ത് കാണണമെന്ന് ആഗ്രഹിച്ചു പോയി. അവിടെ ചെന്ന് എന്താ പറയുക, പച്ച സാരി പുറത്തോട്ട് ഇട്ടേക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ മഞ്ഞപ്പട്ടല്ല ഉടുത്തേക്കണം അല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആ ഒരു പച്ച സാരി എടുത്ത് മാറ്റിയപ്പോൾ അമ്മ മഞ്ഞ പട്ട് ഉടുത്തേക്കണം കേട്ടോ. വളരെ വളരെ സന്തോഷം തോന്നി. ആ ഒരു സെക്കൻഡിൽ തന്നെ പുറകെ മണി അടിച്ചു. ഒരു 3 മണി, ഇങ്ങനെ 3 മണി തുടർച്ചയായിട്ട് ആരോ അടിച്ചു. അമ്മ തന്നെയാണ് അല്ലേ? അമ്മേ നാരായണ.